ഈ പെട്ടിയെല്ലാം പാക്ക് ചെയ്യുന്ന കാണുമ്പോഴേ നിങ്ങൾക്കൊരു ഐഡിയ കാണും ഇവളെങ്ങോട്ടോ പോകുന്നുണ്ടത്. ഇവനും അതേ കൺഫ്യൂഷൻ തന്നെയാണ്. എന്തായാലും കുറേ സ്നാക്സും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും കുറച്ച് കൂടുതൽ ദിവസത്തേക്കുള്ള ട്രിപ്പാണെന്ന് കാണുമ്പോഴേ മനസ്സിലാവും. ഒരു പഫർ ജാക്കറ്റ് എടുത്തിട്ടുണ്ട്. പഫർ ജാക്കറ്റ് കാണുമ്പോഴും മനസ്സിലാവും ഒരു മഞ്ഞുള്ള സ്ഥലത്തേക്ക് ഉറപ്പായിട്ടും പോകുന്നുണ്ടെന്ന്. അത്യാവശ്യം ട്രെയിനിൽ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ബ്രെഡും ജാമും ന്യൂട്ടലയും അങ്ങനെ കുറച്ച് ഐറ്റംസും ക്ലോത്ത്സും 13 ദിവസത്തേക്ക് വേണ്ടി വന്നിരുന്ന് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. യെസ്, വെൽക്കം ടു ഡേ 1 ഓഫ് മൈ കോളേജ് IV. പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് സ്റ്റേഷനിലേക്ക് നേരെ പോയി. അച്ഛൻ കൊണ്ടുവിടാനില്ലായിരുന്നു, പക്ഷെ അച്ഛൻ അവിടെ സ്റ്റേഷനിലേക്ക് നേരെ എത്തി. സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു, സീറ്റിൽ കയറി. 2 ഫ്രണ്ട്സിനെയും കിട്ടി. നമ്മുടെ ഈ ട്രെയിൻ ജേർണിയിൽ മെയിനായിട്ട് നടന്ന ഫുഡ് റെഡി ആയിരുന്നു. വെറുതെ ഇരിക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓരോ സൈഡിൽ നിന്ന് ഓരോ പാക്കറ്റ് പൊട്ടിക്കുന്ന സൗണ്ട് കേൾക്കാം. ഇവളുമാർ തന്നെയാണ് താരങ്ങൾ. ഈ 13 ദിവസം കൊണ്ട് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കുറച്ച് സ്റ്റേറ്റ്സും ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. ഗുജറാത്ത്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, പിന്നെ യൂണിയൻ ടെറിട്ടറിയായ നമ്മുടെ ഡൽഹി. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം അഹമ്മദാബാദും ജയ്സാൽമറും ഋഷികേശും മണാലിയും ഡൽഹിയും ഇതൊക്കെ ആയിരിക്കും നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യുന്നത്. ഇത് കാണുന്ന മിക്കവർക്കും ഒരു ഡൗട്ടാണ്, ട്രെയിനിൽ എങ്ങനെ ചോക്ലേറ്റ് സ്ട്രോബെറി അവൈലബിൾ ആയിരിക്കും. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഒരു ക്ലോസ് റിലേറ്റീവ് കൊണ്ടുവന്ന് തന്നതാണ്. ആൻഡ് ഇറ്റ് വാസ് യമ്മി. അങ്ങനെ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്ന കാഴ്ചകളെല്ലാം കണ്ട് എൻജോയ് ചെയ്ത് അവിടുത്തെ സൺസെറ്റ് നല്ല ഭംഗിയുള്ളൊരു സൺസെറ്റായിരുന്നു, അതും എൻജോയ് ചെയ്തു. രാത്രിയായപ്പോൾ വീട്ടുകാരെ എല്ലാവരെയും വിളിച്ച് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം മുംബൈയിലേക്ക് പോയ സമയത്ത് ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിച്ച് ഫുഡ് പോയ്സൺ അടിച്ചായതുകൊണ്ട് ഇത്തവണ റിസ്ക് എടുക്കാണ്ട് കോർഡിനേറ്റർ വഴിയാണ് ഫുഡ് അറേഞ്ച് ചെയ്തത്. ഞാൻ പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഫുഡ് വാസ് റിയലി ഗുഡ്. അങ്ങനെ നമ്മുടെ ലോങ് ട്രിപ്പിനൊടുവിൽ നമ്മൾ അഹമ്മദാബാദ് എത്തി. ഇനി അങ്ങോട്ടുള്ള സീരീസ് ഫുള്ള് ഷോർട്സും വ്ളോഗ്സും ആയിട്ട് ഇറങ്ങുന്നതായിരിക്കും. സോ ഡോണ്ട് മിസ് ഇറ്റ്. ഡു സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.